പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയിപ്പോൾ പി ജെയിംസിന്റെ സമയമാണ്. ദേശവാർത്തകളുടെ സമയമാണ്. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് പ്രവിത. ഹായ്. അതെ, ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണല്ലോ ജെയിംസ്. ഇസ്രായേലിലേക്ക് ഇന്നും മിസൈലുകൾ ഇറാൻ പായിച്ചിട്ടുണ്ട്. ഇറാന്റെ മുഴുവൻ ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനിടെ അമേരിക്കയുടെ ഇടപെടൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവിത ലക്ഷ്മി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നിനു പുറകെ ഒന്നായി മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അറ്റാക്ക് ചെയ്ത സൊറോക്കോ ആശുപത്രിയുടെ സമീപം വലിയ മിസൈൽ ആക്രമണമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആശുപത്രിക്ക് നേരെ ഇന്നലെ ആക്രമണം നടന്നപ്പോഴാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പറഞ്ഞത്, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ ഞങ്ങൾ വധിക്കും എന്ന് പറഞ്ഞത്. ഇത് അതേ സ്ഥലത്തേക്ക് തന്നെ ആശുപത്രിക്ക് ചുറ്റുമുള്ള വാസകേന്ദ്രങ്ങളിലടക്കം അവിടെ സൈനിക താവളമുണ്ട് ഇസ്രായേലിൻ്റെ എന്ന് പറയുന്നു. അതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് ഇന്നലെ പറഞ്ഞു. എന്തായാലും ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വലിയ രീതിയിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അയൺ ഡോമുകൾക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഇറാൻ തകർത്തടിച്ച് മിസൈലുകൾ അയക്കുകയാണ്. കാരണം ഇറാന്റെ കയ്യിൽ ഏതാണ്ട് 17 തരം മിസൈലുകളുണ്ട്. അതിൽ ഫത്താവ് 1 എന്ന ഹൈപ്പർസോണിക് മിസൈൽ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ പോകുന്നതാണ്. അതിനെ തടയാൻ അയൺ ഡോമുകൾക്ക് കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, പല തരത്തിലുള്ള ഡ്രോണുകളാണ്, പല പോർമുനകളുള്ള ഡ്രോണുകൾ അയക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മിലിറ്ററി പറയുന്നത്. തടയാൻ കഴിയാത്തതിന് കാരണം ഒരു പോർമുനയെ ലക്ഷ്യം വെച്ച് പോകുമ്പോൾ ഇത് പല പോർമുനകളായി വിഭജിച്ചു പോയി പല സ്ഥലങ്ങളിൽ വന്ന് വീഴുന്നു. അപ്പോൾ തൊടുക്കുമ്പോൾ 10, പായുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 എന്ന് പറയുന്ന ഈ ഗാന്ധിവൊക്കെ പോലെ ഇത് ഒരു വളരെ വ്യത്യസ്തമായിട്ട് അത് വന്ന് തൊടുത്തു കഴിഞ്ഞാൽ പല പോർമുനകളായിട്ട് വേർതിരിഞ്ഞ് പല ഭാഗത്ത് വന്ന് വീഴുന്നത് തടയാനായിട്ട് അയൺ ഡോമുകൾക്ക് കഴിയുന്നില്ല. അയൺ ഡോമുകളെ കബളിപ്പിക്കുന്നു, അയൺ ഡോമുകളെ തമ്മിൽ അടുപ്പിക്കുന്ന പ്രോഗ്രാമിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇറാൻ വളരെ വ്യത്യസ്തമായ യുദ്ധതന്ത്രം പയറ്റുകയാണ്. ഇസ്രായേലും വെറുതെ ഇരിക്കുന്നില്ല. ഇസ്രായേൽ അവിടുത്തെ അത്യാവശ്യം സേനാ താവളങ്ങളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞു. ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം കേന്ദ്രീകരിച്ചാണ്. ആണവ കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിർമ്മാണ യൂണിറ്റുകൾ പോലും ആക്രമിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ആണവ നിലയങ്ങളും ഇറാനിൽ ആക്രമിക്കുകയാണ്. നട്ടാൻസ് അടക്കം പ്രധാനപ്പെട്ട 3 ആണവ നിലയങ്ങൾ ആക്രമിച്ചിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ നിലപാടാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഐ മേ ഡു ഇറ്റ്, ഐ മേ നോട്ട് ഡു ഇറ്റ്. ഞാൻ ചെയ്യാം, ചെയ്യാതിരിക്കാം. എന്നുവെച്ചാൽ ഇറാനെ ആക്രമിക്കാം, ആക്രമിക്കാതിരിക്കാം. പക്ഷേ ഇനി 2 ആഴ്ചത്തെ സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ട്രംപ് ഇപ്പോൾ പറയുന്നു. അതിനിടയിൽ വലിയൊരു നിർണായകമായൊരു കൂടിക്കാഴ്ചയും ചർച്ചയും നടക്കാൻ പോകുന്നുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഗ്ചി അദ്ദേഹം കാണാൻ പോകുന്നത് ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും വിദേശകാര്യമന്ത്രിമാരെയാണ്. യൂറോപ്യൻ മന്ത്രിമാരായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ ആണവ ചർച്ചകൾ അമേരിക്കയുമായിട്ട് തുടരണമോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരുപാട് സംഭവവാസങ്ങൾ പരസ്പരം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റഷ്യയും ചൈനയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച, അത് അടുത്ത ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാം ഹാഷ്മി. ഉറപ്പായും ബുർഷേബയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ജെയിംസ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് കെട്ടിടങ്ങളും വാഹനങ്ങളൊക്കെ തകർന്നു. എന്നാൽ അതേസമയം ആളപായമോ പരിക്കുകളോ ഇപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത അടി തിരിച്ചടി തുടരുകയുമാണ്. ഇപ്പോൾ അതിനിടയിൽ യുക്രൈൻ റഷ്യയും സമാധാനമില്ല. ജെയിംസ്, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി അവസാന ഘട്ടത്തിൽ ചർച്ച നടത്താമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്. റഷ്യൻ ആക്രമണത്തിലാവട്ടെ യുക്രൈനിൽ 28 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ പി ജെയിംസ്, ഈ അവസാന ഘട്ടത്തിൽ ചർച്ച എന്ന് പറയുമ്പോൾ മഹാഭാരത യുദ്ധം പറയുന്ന പോലെ യുദ്ധം കഴിഞ്ഞപ്പോൾ ആര് വിജയിച്ചു, ആര് ബാക്കിയായി എന്ന് ചോദിക്കുന്ന പോലെ എല്ലാവരും മരിച്ചിട്ട് എന്ത് യുദ്ധം, എന്ത് ചർച്ച ജെയിംസ്? തീർച്ചയായിട്ടും ഹാഷ്മി ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാരണം യുദ്ധം ഏതാണ്ട് 3.25 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അടുത്ത ഇതിൽ ഫെബ്രുവരിയിലേക്ക് അത് 4 വർഷം തികയും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ രീതിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത് അവസാന ഘട്ട ചർച്ചയിൽ ഞാൻ പങ്കെടുക്കാം. അവസാന ഘട്ടം എന്ന് പറയുന്നത് എല്ലാം തീർന്നിട്ട് എന്തിനീ ചർച്ച എന്നുള്ളൊരു ചോദ്യം ഉയർന്നേക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിന് യാതൊരു ആത്മാർത്ഥയില്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ സെലൻസ്കിയെ പ്രസിഡന്റായിട്ട് അംഗീകരിക്കാൻ പുടിൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ ഒരുപാട് അടി തിരിച്ചും കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ തരത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് വന്നിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ടില്ല. ഇതേ പുടിൻ തന്നെയാണ് ഇസ്താൻബുളിൽ തുർക്കിയുടെ തലസ്ഥാനത്ത് വെച്ച് നമുക്ക് ചർച്ചകൾ നടത്താം
എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ചർച്ചയ്ക്ക് പുടിൻ എത്തിയില്ല, സെലൻസ്കി ചെന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അതിനിടയിൽ റഷ്യയുടെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 400 മിസൈലുകളാണ് അയച്ചിരുന്നത്. ഒരുപക്ഷെ ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലിനിടയിൽ ഈ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ആരും അധികം ഗവനിക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ 28 യുക്രൈൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഷ്യൻ ആക്രമണത്തിൽ. അപ്പോൾ യുദ്ധം അവിടെ കൂടുതൽ ശക്തമായിട്ട് നടക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഈ ഇറാൻ ആക്രമണത്തിനിടയിൽ തന്നെ ഗസയിൽ വലിയ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട്. ഭക്ഷ്യകേന്ദ്രത്തിൽ ഭക്ഷണം തേടിപ്പോയിരുന്നവർ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വലിയ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഗസയിൽ നിന്ന് വരുന്നത്. ഇസ്രായേൽ ഇറാനിൽ മാത്രമല്ല അവിടെയും ആക്രമണം നടത്തുകയാണ്. അപ്പോൾ എല്ലാം തീർത്തടക്കും എന്നുള്ളൊരു ഇതിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ കട്സ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഇറാന്റെ പരമാധികാരിയെ വധിക്കുമെന്ന് തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ വളരെ നിർണായകമായ ചർച്ച നടത്തിയിരിക്കുന്നത്. അവർ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചും ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലിനെതിരെ നിലപാടുമായി രണ്ടുപേരും രംഗത്ത് വന്നിരിക്കുന്നു. ഇതൊരു ഇന്റർനാഷണൽ പിക്ചർ, ലോകക്രമത്തിൻ്റെ ആ ചേരിതിരിവ് വ്യക്തമാവുന്ന സംഭാഷണമാണ് നടന്നിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും പതുക്കെ മാറി നിൽക്കുകയായിരുന്നു. അവർ പലതരത്തിൽ പറഞ്ഞിരുന്നെങ്കിലും ഇവർ തമ്മിൽ നേരിട്ട് സംസാരിക്കുന്നത് ഈ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ്, നേരിട്ടുള്ള ഔദ്യോഗികമായ സംഭാഷണം. അതുകൊണ്ട് തന്നെ ചൈനയുടെ ആയുധങ്ങൾ, ചൈനയുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ ഇറാനിൽ എത്തുന്നു എന്ന വാർത്ത വന്നിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് ഇതുവരെ അവർ ആയുധമൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഷഹേദ് ഡ്രോൺ കൊടുത്ത ഇറാന് പ്രത്യുപകാരമായിട്ടുള്ള സഹായം നൽകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ റഷ്യയും ചൈനയും രംഗത്തിറങ്ങും അമേരിക്ക ഇടപെട്ടാൽ എന്നുള്ള ഭീഷണിയുള്ളത് കൊണ്ടായിരിക്കണം ട്രംപ് 2 ആഴ്ച കൂടി സമയം എന്ന് പറയുന്നത്. അമേരിക്കയ്ക്കുള്ളിലും വലിയ ആഭ്യന്തര തലത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ, അദ്ദേഹത്തിന്റെ പാർട്ടി പറഞ്ഞ ഭൂരിപക്ഷം ജനങ്ങളുടെ ഈ സർവേയിൽ പറയുന്നത് യുദ്ധത്തിന് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന് ഇറാനുമായി പോകണ്ട എന്നാണ്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ട രീതിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഇറാൻ കയറി ഇസ്രായേലിലടിക്കുന്നു, ഇസ്രായേൽ ഇറാനിലടിക്കുന്നു, പരസ്പരം മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി, പ്രവിത. ഓക്കെ ജെയിംസ്, എന്തായാലും നമ്മൾ തുടക്കം മുതലേ പറയുന്നതാണ്, ഇത് ഒരുപക്ഷെ ഇസ്രായേൽ പലസ്തീൻ പോലെ, ഇസ്രായേൽ ഹമാസ് പോലൊന്നും ഏകപക്ഷീയമായ ഒന്നല്ല. 2 സൈനിക രാഷ്ട്രങ്ങളാണ്, സൈനിക ശക്തികളാണ്. റാങ്കിങ്ങിൽ 15ഉം 16ഉം നിൽക്കുന്ന 2 രാജ്യങ്ങളാണ്. ബലാബലത്തിൽ ഏതാണ്ട് തുല്യരാണ്. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് ഏകപക്ഷീയമാവില്ല. മാത്രമല്ല, ഈ പറയുന്ന വൻശക്തി രാജ്യങ്ങളുടെ ഗ്രൂപ്പിംഗ് 2 സൈഡിലും ചേർന്ന് കഴിഞ്ഞാൽ അത് മധ്യേഷ്യയ്ക്ക് മാത്രമാവില്ല പ്രശ്നം, അത് ലോകത്തിന് മൊത്തം പ്രശ്നമാകും. പ്രത്യേകിച്ച് ഇതൊക്കെ ആണവ രാഷ്ട്രങ്ങളുമാണ്. സമാധാനം പുലരട്ടെ എന്ന് മാത്രം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട്